Hello friends, welcome to another English learning video. We are going to learn English through newspaper reading. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ന്യൂസാണ് ഇവിടെ വായിക്കുന്നത്. Trump in his last term had a fraught relationship with much of his senior military leadership. ട്രംപ് തൻ്റെ ഭരണത്തിലെ അവസാന കാലയളവിൽ തൻ്റെ മുതിർന്ന സൈനിക നേതൃത്വവുമായി വളരെ മോശം ബന്ധമാണുണ്ടായിരുന്നത്. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അവസാന കാലയളവ്, ഭരണത്തിലെ അവസാന കാലയളവ്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഫ്രോട്ട് റിലേഷൻഷിപ്പ്, ഫ്രോട്ട് മോശമായ, റിലേഷൻഷിപ്പ് ബന്ധം. മച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ മിക്കവാറും. സീനിയർ മിലിറ്ററി ലീഡർഷിപ്പ് മുതിർന്ന സൈനിക നേതൃത്വം. ഇൻക്ലൂഡിംഗ് നൗ റിട്ടയർഡ് ജനറൽ മാർക്ക് മില്ലേ ഹൂ ടുക്ക് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ നടപടി എടുത്ത. മാർക്ക് മില്ലേ ഹൂ ടുക്ക് സ്റ്റെപ്സ് നടപടിയെടുത്ത ജനറൽ മാർക്ക് മില്ലേ. ഇൻക്ലൂഡിംഗ് നൗ റിട്ടയർഡ് ജനറൽ മാർക്ക് മില്ലേ, ഇൻക്ലൂഡിംഗ് എന്ന് പറഞ്ഞാൽ അടക്കം. ഇപ്പോൾ റിട്ടയർഡായ ജനറൽ മാർക്ക് മില്ലേ അടക്കം. ഇനി ഇവിടെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് പറയാണ്. ടു ലിമിറ്റ് ട്രംപ്സ് എബിലിറ്റി ടു യൂസ് ന്യൂക്ലിയർ വെപ്പൺസ്. ന്യൂക്ലിയർ വെപ്പൺസ് പറഞ്ഞാൽ ആണവായുധങ്ങൾ. എബിലിറ്റി ടു യൂസ്, എബിലിറ്റി പറഞ്ഞാൽ കഴിവ്, എബിലിറ്റി ടു യൂസ് ഉപയോഗിക്കാനുള്ള കഴിവ്, ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ്. ടു ലിമിറ്റ് പരിമിതപ്പെടുത്താൻ, ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള ട്രംപിൻ്റെ കഴിവ്, അതിനുള്ള അധികാരം പരിമിതപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചത് ഈ ജനറൽ മാർക്ക് മില്ലേ. അദ്ദേഹം അടക്കമുള്ള ആളുകളോട് ആണ് ട്രംപ് മോശമായ ബന്ധം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. The president-elect, meanwhile, has repeatedly called US military generals woke, weak and effective leaders. The president-elect, പ്രസിഡന്റ്, meanwhile, അതേസമയം, has repeatedly called എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വിളിച്ചു, US മിലിറ്ററി ജനറലുകളെ. എന്താണ് വിളിച്ചത്? വോക്ക്, വീക്ക് ആൻഡ് ഇൻഎഫക്റ്റീവ് ലീഡേഴ്സ്. വോക്ക് എന്ന് പറഞ്ഞാൽ ഉണർന്നു, വീക്ക് ദുർബലർ, ഇൻഎഫക്റ്റീവ് ലീഡേഴ്സ് ഇൻഎഫക്റ്റീവ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാപ്തിയില്ലാത്ത നേതാക്കൾ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്. ഒഫീഷ്യൽസ് ആർ നൗ ഗെയിമിംഗ് ഔട്ട് വേരിയസ് സിനാരിയോസ് ആസ് ദേ പ്രിപ്പയർ ഫോർ ആൻ ഓവർഹോൾ ഓഫ് ദ പെൻറ്റഗൺ. Officials are now gaming out various scenarios. Various എന്ന് പറഞ്ഞാൽ വിവിധ തരം. സിനാരിയോസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാനിടയുള്ള സംഭവവികാസങ്ങൾ. വേരിയസ് സിനാരിയോസ് എന്ന് പറഞ്ഞാൽ വിവിധ സംഭവ വികാസങ്ങൾ. ഗെയിമിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ പദ്ധതികൾ തയ്യാറാക്കുക, അതിന് അവലോകനം നടത്തുക എന്നൊക്കെയാണ്. അപ്പോൾ വരാൻ പോകുന്ന സംഭവവികാസങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് പദ്ധതികൾ തയ്യാറാക്കുക എന്നാണ് ഇവിടെ അർത്ഥം. ആസ് ദേ പ്രിപ്പയർ ഫോർ ആൻ ഓവർഹോൾ ഓഫ് ദ പെൻറ്റഗൺ. ആസ് ദേ പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറെടുക്കുമ്പോൾ, ഓവർഹോൾ എന്ന് പറഞ്ഞാൽ പുനരുദ്ധാരണം. അപ്പോൾ പെൻറ്റഗണിൻ്റെ പുനരുദ്ധാരണത്തിന് തയ്യാറെടുക്കുമ്പോൾ എന്നാണ് അർത്ഥം. പെൻറ്റഗണിൻ്റെ പുനരുദ്ധാരണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിവിധ സാഹചര്യങ്ങൾ പുറത്തെടുത്ത് അവലോകനം ചെയ്യുകയാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. വി ആർ ആൾ പ്രിപ്പയറിംഗ് ആൻഡ് പ്ലാനിംഗ് ഫോർ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ. ഞങ്ങളെല്ലാവരും ഏറ്റവും മോശമായ സാഹചര്യത്തിനായി തയ്യാറെടുക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. വി ആർ ആൾ ഞങ്ങളെല്ലാവരും. പ്രിപ്പയറിംഗ് ആൻഡ് പ്ലാനിംഗ് തയ്യാറെടുക്കുകയും ആസൂത്രണം ചെയ്യുകയും. ഫോർ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഏറ്റവും മോശമായ സാഹചര്യത്തിനായി.
ഫോർ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി, അതിനായി എന്നൊക്കെയാണ്. ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ, മോശമായ സാഹചര്യം. ഫോർ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ സാഹചര്യത്തിന് വേണ്ടി. വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ. But the reality is that we don't know how this is going to play out yet. But എന്ന് പറഞ്ഞാൽ പക്ഷേ, the reality is യഥാർത്ഥത്തിൽ, that we don't know ഞങ്ങൾക്കറിയില്ല, how this is going to play out yet. how this is going to play out എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നടക്കുമെന്ന്, yet ഇതുവരെ, ഇത് എങ്ങനെ നടക്കുമെന്ന് ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. വൺ ഡിഫൻസ് ഒഫീഷ്യൽ സെറ്റ്. ഡിഫൻസ് ഒഫീഷ്യൽ എന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ. സെറ്റ് പറഞ്ഞു, ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫ്. ട്രംപ്സ് ഇലക്ഷൻ ഹാസ് ആൾസോ റൈസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻസൈഡ് ദ പെൻറ്റഗൺ. ട്രംപ്സ് ഇലക്ഷൻ, ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ്, ഹാസ് ആൾസോ റൈസ്ഡ് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട്. റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി, ഹാസ് റൈസ്ഡ് ഉയർത്തിയിട്ടുണ്ട്, ഹാസ് റൈസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, ഹാസ് ആൾസോ റൈസ്ഡ് ക്വസ്റ്റ്യൻസ്, ആൾസോ പറഞ്ഞാൽ അതും, ഹാസ് ആൾസോ റൈസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഇൻസൈഡ് ദ പെൻറ്റഗൺ, പെൻറ്റഗണിനകത്ത് എന്ത് ചോദ്യങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് എന്നാണ് ഇനി പറയുന്നത്. അബൌട്ട് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ പ്രസിഡൻറ്റ് ഇഷ്യൂഡ് ആൻ അൺലോഫുൾ ഓർഡർ. എബൌട്ട് വാട്ട് വുഡ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചുള്ള. ഇഫ് ദ പ്രസിഡൻറ്റ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ. ആൻ അൺലോഫുൾ ഓർഡർ, അൺലോഫുൾ ഓർഡർ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ ഉത്തരവ്. പ്രസിഡൻറ്റ് നിയമവിരുദ്ധമായ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു എന്നാണ് പറയുന്നത്. അൺലോഫുൾ ഓർഡർ എന്ന് പറഞ്ഞാൽ, അൺലോഫുൾ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ, ലോഫുൾ എന്ന് പറഞ്ഞാൽ നിയമവിധേയമായ, അൺലോഫുൾ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ ഓർഡർ, ഉത്തരവ്. ഇവിടെ അൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അൺലോഫുൾ നിയമവിരുദ്ധമായ. ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിപ്പിക്കുക. Particularly if his political appointees inside the department don't push back. Particularly എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്. If his political appointees എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിയമിതർ, അദ്ദേഹം രാഷ്ട്രീയമായി നിയമിച്ച ആളുകൾ. ഇൻസൈഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റിനകത്ത്. ഡോണ്ട് പുഷ് ബാക്ക്, ഡോണ്ട് പുഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ, അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ എന്നൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തിനെ എതിർത്തിട്ടില്ലെങ്കിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ അപ്പോയിൻറ്റീസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി നിയമിക്കപ്പെട്ടവർ. അപ്പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിയമിക്കുക, അപ്പോയിൻറ്റീസ് എന്ന് പറഞ്ഞാൽ നിയമിക്കപ്പെട്ടവർ. ഇവിടെ ഈഫ് എന്നുള്ള വാക്ക് ഡോണ്ട് പുഷ് ബാക്ക് എന്ന വാക്കുകളുടെ മുന്നിൽ വരേണ്ടതാണ്. ഇഫ് ഡോണ്ട് പുഷ് ബാക്ക്, അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ, എങ്കിൽ എന്നുള്ളത് ഡോണ്ട് പുഷ് ബാക്ക് എന്നുള്ളതിൻ്റെ മുമ്പിൽ വരുന്നതാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് വേർഡുകൾ വെച്ചു എന്ന് മാത്രം. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് പ്രാക്ടീസിങ് യുവർ ഇംഗ്ലീഷ്. See you soon.